തിരുവോണനാളിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഓണസദ്യ വിളമ്പാൻ CPM ജനറൽ സെക്രട്ടറി MA ബേബി എത്തി. DYFI പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ് ജനറൽ ആശുപത്രിയിൽ ഓണസദ്യ നൽകിയത്. സമൃദ്ധിയുടെ ഓണനാളുകൾ എന്ന് പറയുമ്പോൾ കഷ്ടപ്പെടുന്നവനെ കൂടി ചേർത്ത് നിർത്തുന്നതാകണം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് പത്തനംതിട്ടയിലെ DYFI പ്രവർത്തകർ ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഓണസദ്യ വിളമ്പുകയാണ്. ഇവിടെ ഈ ആശുപത്രിയിലുള്ള എല്ലാവർക്കും ഓണസദ്യ കൊടുത്തുകൊണ്ട് വലിയൊരു മാനവികതയുടെ മാതൃക കൂടിയാണ് DYFI പത്തനംതിട്ട ഇവിടെ തീർക്കുന്നത്. ഇവിടെ ഓണസദ്യ വിളമ്പാനെത്തിയിരിക്കുന്നത് പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെയാണ്. വർഷങ്ങളായി തുടരുന്ന ഒരു സേവന മാതൃകയാണ് DYFIയുടെ പൊതുച്ചോറ് വിതരണം ആശുപത്രികൾ കേന്ദ്രീകരിച്ച്. ഇപ്പോൾ ഈ ഓണനാളിലും അത് മുടങ്ങാതെ തുടരുകയാണ്. എങ്ങനെയാണ് ആ വിജയ മാതൃകയെ നോക്കിക്കാണുന്നത്? DYFI നടത്തുന്നത് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണെന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അത് DYFI ഇതിൻ്റെ ഏകോപനം നിർവഹിക്കുമ്പോൾ ഈ നാട്ടിലെ വിവിധ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായിട്ടുള്ള കുടുംബങ്ങൾ തയ്യാറാക്കുന്ന പൊതുച്ചോറാണ് വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ പ്രത്യേകത ഇത് പൊതുച്ചോറല്ല, ഓണസദ്യയാണ് DYFIയുടെ ആഭിമുഖ്യത്തിൽ കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇത്തവണ ഈ ആശുപത്രിയിൽ കിടക്കുന്ന വീട്ടിൽ ബന്ധുക്കളോടൊപ്പം ഓണം ആഘോഷിക്കാൻ പറ്റാത്തവർക്ക് ഓണത്തിൻ്റെ ഒരു സന്തോഷം ഓണസദ്യയിലൂടെ അവർ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ആശുപത്രി പരിസരത്ത് തന്നെ ഒരുക്കുന്നു എന്നുള്ളതിന് വലിയൊരു അർത്ഥമുണ്ട്. മറ്റൊരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്, ഞാനിന്ന് എൻ്റെ ഫേസ്ബുക്കിനകത്തത് കുറിച്ചിട്ടുണ്ട്. ഇത്തവണ ഈ തിരുവോണ ദിവസം 3 പ്രത്യേകതകളാണ്. തിരുവോണമാണ്, നബിദിനമാണ്, അതുപോലെ അധ്യാപക ദിനവുമാണ്. ഇവയ്ക്കൊക്കെ തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. വളരെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പൊന്നാനി പ്രദേശത്ത് ബീഡി തൊഴിലാളികളെല്ലാം CPIM ചെങ്കൊടിക്കീഴിൽ സംഘടിപ്പിക്കുമ്പോൾ അവിടെ വലിയ പ്രചരണം നടന്നിരുന്നു. ഇത് ദൈവത്തിനൊക്കെ എതിരായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇതിലൊക്കെ നിങ്ങൾ ഇസ്ലാമിൽ വിശ്വസിക്കും, നിങ്ങൾ എന്തിനാണ് പോകുന്നത്? കൂടുതലും മുസ്ലിങ്ങളാണ്. അന്ന് EMSും കേദാമോദനും ഒക്കെയുള്ള കാലത്ത് അവിടെ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, തൊഴിലാളികൾ വിളിച്ചിരുന്ന മുദ്രാവാക്യമാണ്. ജോലി വിയർപ്പുകൾ വറ്റും മുമ്പേ കൂലി കൊടുക്കണമെന്ന് അരുൾ ചെയ്തോൻ കൊല്ലാക്കൊലയെ എതിർക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം പറഞ്ഞത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നബി എന്ന് പറയുമ്പോൾ പ്രവാചകനായ മഹാനായ നബി എന്നുള്ളതിനുള്ള അറബിക് വാക്കുകളാണ്. ഇത് ഞാൻ ഒരിക്കൽ വായിച്ച ഓർമ്മയിൽ നിൽക്കുകയാണ്. അപ്പം നബിദിനവും പട്ടിണിയില്ലാത്ത എല്ലാവരും സന്തോഷത്തോടും സമൃദ്ധിയിലും ജീവിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് പ്രവാചകനായ നബി തിരുമേനി പറഞ്ഞിരുന്നത്. അതും സമത്വത്തെക്കുറിച്ചുള്ള ഓണസങ്കല്പങ്ങളും ഒത്തുവരുന്നു. അധ്യാപക ദിനവും വരുന്നു. അധ്യാപക ദിനം നമ്മൾ ഓർപ്പിക്കുന്നത് നബി തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ചൈനയിൽ പോയിട്ടാണെങ്കിൽ നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് നബി. പഠിത്തത്തിൻ്റെ വായിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഖുറാൻ തുടങ്ങുന്നത്. അപ്പോൾ വായന പഠിത്തം എന്ന് പറയുന്ന ആവശ്യമാണ്. കാര്യം നമ്മൾ ജീവിക്കുന്ന കാലത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്കറിയണമെങ്കിൽ നമ്മൾ വായിക്കുകയും പഠിക്കുകയും വേണം. ശരിയായിട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ചുറ്റുമുള്ള അനീതികൾ കാണും. രോഗികൾക്കൊപ്പമാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ തിരുവോണാഘോഷം.